ഹലോ, ഒരു 2017, 2018, 2019 റേഞ്ചിൽ ആ ഒരു ടൈമിൽ എമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം വൻ സീനായിരുന്നു. അതായത് വൻ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മുടെ വിൻഡോസ് സിസ്റ്റത്തിലേക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാം. മെയിനായിട്ടും പറയുകയാണെങ്കിൽ പബ്ജി അല്ലെങ്കിൽ ഫ്രീ ഫയർ പോലത്തെ ഗെയിംസൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി എല്ലാവരും യൂസ് ചെയ്തൊരു സംഭവമായിരുന്നു ഈ എമുലേറ്റേഴ്സ്. അതിൻ്റെ തുടക്കം എനിക്ക് ഓർമ്മയുള്ള സമയത്ത്, അതായത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത എമുലേറ്റർ എന്ന് പറയുമ്പോൾ Tencent ഗെയിംസിൻ്റെ ഒരു സംഭവമായിരുന്നു. അത് പബ്ജിയുടെ മൊബൈൽ വേർഷൻ ബിൽഡ് ചെയ്ത് ഫസ്റ്റ് കൊണ്ടുവന്ന ടീംസ് ഉണ്ടല്ലോ, അവരുടെ എമുലേറ്റർ ആയിരുന്നു ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു എമുലേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ, നല്ല കോൺഫിഗറേഷനുള്ള സിസ്റ്റം ആണെങ്കിൽ അത് സുഖമായിട്ട് റൺ ചെയ്യും. പക്ഷേ പ്രശ്നമുള്ളത് ഈ എന്താ പറയുക, തട്ടിക്കൂട് സെറ്റപ്പൊക്കെ ആയിട്ട്, അതായത് എന്നെ പോലത്തെ 8 GB അല്ലെങ്കിൽ ഒരു 256 GB സ്റ്റോറേജൊക്കെ ആയിട്ട് ആ ഒരു ടൈമിൽ അങ്ങനെ നല്ല എമുലേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഈ ഒരു Tencent എമുലേറ്ററിനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അതിനെ കുറേയധികം എന്താ പറയുക സെറ്റിങ്സ് ലോ ചെയ്താൽ മാത്രമേ, അതായത് നല്ല രീതിയിൽ ലോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആ ഒരു ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലേക്കാണെങ്കിൽ വേറെ കമ്പനീസ് ഇങ്ങനെ എന്താ പറയുക എമുലേറ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ബ്ലൂ സ്റ്റാക്സ് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. ബ്ലൂ സ്റ്റാക്സ് കൊണ്ട് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിന്, എനിക്കതറിയാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സിസ്റ്റത്തിൽ ഒരു പ്രശ്നവും വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രശ്നം വന്നവരാണെങ്കിൽ ജസ്റ്റ് താഴെ കമ്പനി ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ Windows 8 ആയിരുന്നു ഞാൻ ആ ബ്ലൂ സ്റ്റാക്സ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഉള്ള വെർഷൻ. ഓക്കെ, ആ ഒരു സമയത്ത് അത് വന്നിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ആ ഒരു OS മൊത്തം കറപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ ബ്ലൂ സ്റ്റാക്സ് ഡൗൺലോഡ് ചെയ്യാറില്ല. ചില ഹൈ എൻഡ് കോൺഫിഗറേഷനുള്ള സിസ്റ്റത്തിൽ ഇത് നൈസായിട്ട് റൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു 2024 ഗൂഗിളിൻ്റെ ഭാഗത്ത്, അതായത് ഗൂഗിൾ ഒഫീഷ്യലി ഒരു എമുലേറ്റർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൂഗിളിൻ്റെ പ്ലേ ഗെയിംസിൻ്റെ എമുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു എമുലേറ്റർ. ഇത് മെയിനായിട്ട് ഇപ്പോൾ ഡെവലപ്പേഴ്സിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവർ എന്താ പറയുക, അവരുടെ പുതിയ ഗെയിംസൊക്കെ ഈ വിൻഡോസിലേക്കും ബാക്കി എല്ലാ പ്ലാറ്റ്ഫോംസിലേക്കും എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു സംഭവമാണ് ഈ ഒരു ഗൂഗിൾ എമുലേറ്റർ. ഇതിപ്പോൾ ഡെവലപ്പേഴ്സിനാണെന്നും പറഞ്ഞിട്ട് നമുക്ക് കളിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഗെയിംസ് കളിക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അതായത് ഡെവലപ്മെൻറ്റ് എന്താ പറയുക ആ ഒരു എമുലേറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ആപ്ലിക്കേഷൻസ് ഒന്നും ഫസ്റ്റ് കാണില്ല. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്താൽ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. പിന്നെ ഗെയിംസിൻ്റെ കളക്ഷൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച്, അതായത് ഒരു മാക്സിമം ഒരു 50 താഴെ ഗെയിംസ് മാത്രമേ ഉള്ളൂ ആ ഒരു എമുലേറ്ററിലെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതിനകത്ത് നമുക്ക് അതിന് ആപ്ലിക്കേഷൻസിൻ്റെ ബട്ടണോ അതുപോലെ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എമുലേറ്റർ ഓപ്പൺ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്പ് ചെയ്യാം, അതായത് റൺ ചെയ്യാനുള്ള സെറ്റപ്പാണ്. നല്ല ഫാസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പ്. ഇപ്പം ഗെയിം പ്ലേ ആയാലും, ഇപ്പോൾ നിങ്ങളുടെ 8 GB സിസ്റ്റം ആയാലും ഹൈ എൻഡ് സിസ്റ്റം ആയാലും പെർഫോമൻസിന് അത് അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 8 GB സിസ്റ്റത്തിലാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഗൂഗിൾ എമുലേറ്ററിൻ്റെ ആ ഒരു പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ കിട്ടും, ഫ്രീ ഫയർ മാക്സ്. അപ്പം അതിൻ്റെ ഗെയിം പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ മൗസ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ശോകമാണ്. പക്ഷേ ഇവിടെ നമുക്ക് FPS ഡ്രോപ്പ് വരുന്നില്ല. ഓക്കെ, ഒരു ലാഗോ ഹാങ്ങോ ഒന്നും വരുന്നില്ല. എല്ലാ ഗെയിംസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലോഡ് ആവുകയും ചെയ്യും. ഹൈ ഗ്രാഫിക്സിലിട്ട് കളിക്കാൻ പറ്റും. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗെയിം പ്ലേയിലേക്ക് വരുമ്പോൾ ഒരു വിഷയമാണ്. അതെന്തായാലും ഈ അടുത്ത് തന്നെ സോൾവ് ആവും. അടുത്ത് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു ഗെയിം കൺട്രോൾസും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയാവും. അത് മെയിനായിട്ട് ചെയ്യേണ്ടത് ആ ഒരു ഗെയിം ഡെവലപ്പേഴ്സാണ്. അതായത് ഫ്രീ ഫയറിൻ്റെ ഡെവലപ്പ് അതായത് ഇതിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗെയിം പ്ലേ ഇന്നിട്ട് കിട്ടുള്ളൂ. അപ്പം എല്ലാ ഡെവലപ്പേഴ്സും അവരുടെ ഗെയിം ഈ ഒരു വിൻഡോസിലേക്കും, അതായത് ആൻഡ്രോയിഡ് ഗെയിംസ് ഈ വിൻഡോസിലേക്കും ഇറക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പം മെയിനായിട്ടും Windows 11 വന്നപ്പോൾ ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോംസിൻ്റെയും സംഭവങ്ങളും നമുക്ക് Windows 11 യൂസ് ചെയ്യാം. അതിന് മെയിൻ കാരണം ഈ ഒരു വിൻഡോസ് സബ് സിസ്റ്റം ഫോർ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇറക്കിയിട്ടുണ്ട്. കാരണം അല്ല, നിങ്ങളിപ്പം ഈ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ നേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ആൻഡ്രോയിഡിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് വിൻഡോസിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ടും ഈ ഗൂഗിൾ എമുലേറ്റർ ഇപ്പം ഈ ഒരു ഡെവലപ്പേഴ്സിന് വേണ്ടി ഈ ഒരു എമുലേറ്റർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു എമുലേറ്റർ ആർക്കൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മെയിനായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഗെയിംസൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ, അതായത് ലോ എൻഡ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ കളിക്കണമെന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു എമുലേറ്റർ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഗെയിം സപ്പോർട്ട് വളരെ കുറവാണ്. ഇപ്പോൾ ഭാവിയിൽ, അതായത് അടുത്ത് തന്നെ നമുക്ക് പുതിയ ഗെയിംസ് കിട്ടും, എങ്കിലും ഇപ്പോൾ നമുക്ക് ഗെയിം സപ്പോർട്ട് വളരെ കുറവാണ്. ഇതേപോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ ഗെയിംസും PC-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോഴും ബീറ്റ വെർഷനിലാണ്. അതിനകത്ത് നമുക്ക് ഫ്രീ ഫയർ പോലത്തെ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ എങ്കിലും ഈ ഒരു എമുലേറ്ററിലായിരിക്കും ഇത്തിരിയോടെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പിൽ നമുക്ക് കളിക്കാൻ പറ്റുക. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു എമുലേറ്ററിൽ ഈ നമ്മുടെ ഗ്രാഫിക്സ് കാർഡായിട്ടുള്ള കണക്ടിവിറ്റി, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ആയാലും അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ ഗൂഗിൾ പ്ലേ ഗെയിംസിനേക്കാളും എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഗൂഗിൾ പ്ലേ ഗെയിംസിൻ്റെ എമുലേറ്റർ തന്നെയാണ്. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ പ്ലേ ഗെയിംസ് എമുലേറ്റർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൈറ്റ് കിട്ടും. അവിടെ ആ ഒരു ഡൗൺലോഡ് ഓപ്ഷൻസ് കാണാൻ പറ്റും. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പരിപാടി തുടങ്ങാം. ഇത് ഡൗൺലോഡ് ചെയ്താൽ മെയിനായിട്ട് വരുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിളിൻ്റെ ആ ഒരു അക്കൗണ്ട് സൈൻ ചെയ്തായിട്ട് വരും. പിന്നെ ഇത് സൈൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നാവിഗേഷൻസിൻ്റെ ബട്ടൺസ്, അതായത് ഹോം പോകാനും ബാക്ക് പോകാനുള്ള ബട്ടൺസ് ഒന്നുമില്ല. കീബോർഡിൻ്റെ ഷോർട്ട് കട്ട്സ് ആണ് മെയിനായിട്ട് വരിക. Ctrl+B അടിച്ച് കഴിഞ്ഞാൽ ബാക്ക് പോകും. Ctrl+Home അടിച്ച് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിലേക്ക് വരും. Shift+Tab അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗെയിമിൻ്റെ കൺട്രോൾസ്, അതായത് ഗെയിമിൻ്റെ ആ ഒരു എന്താ പറയുക മൗസ് കൺട്രോൾസോ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു കീബോർഡ് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളൊരു സ്ട്രീമിങ്ങും പരിപാടിയൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഈ ഒരു നോക്സും വേറെ എമുലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഗൂഗിൾ പ്ലേ ഗെയിംസ് എമുലേറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റത്തിന് അധികം ലോഡും കൊടുക്കില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗെയിം പ്ലേയും കിട്ടും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗെയിം സപ്പോർട്ട് ഇപ്പം വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗെയിംസ്, അതായത് BGMI ഒക്കെ നമുക്ക് ഒരു പ്ലേ സ്റ്റോറിൽ ഇപ്പം അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ട് മാക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഗെയിമാണോ സ്ട്രീം ചെയ്യണത് ആ ഗെയിം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഗെയിം കളിച്ച് നോക്കുക. കളിച്ച് നോക്കിയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗൂഗിളിൻ്റെ ഒരു എമുലേറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റായിട്ട് തോന്നാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് സെറ്റപ്പ് ചെയ്ത് നോക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഗെയിം സ്ട്രീമിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക ആ ഒരു എമുലേറ്റർ ഏതാണെന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഫോണിലുള്ള സെറ്റപ്പാണ്, നിങ്ങളുടെ സെറ്റപ്പ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും, ബാക്കിയുള്ളവർക്ക് അത് ഇൻസ്പയർ ആയി. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഈ ഒരു എമുലേറ്ററിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റമൊക്കെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതല്ല നിങ്ങളുടെ സിസ്റ്റം 4GB ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, മിനിമം റിക്വയർമെൻറ്റ്സ് 8GB ആണ് പറയുന്നത്. ഇപ്പോൾ 4GB ആണെങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നതിന് വലിയ കാശില്ലല്ലോ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.